പോലീസ് അതിക്രമങ്ങൾ, കസ്റ്റഡി മർദ്ദനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ നിയമസഭയിൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സഭ പരിഗണിച്ചു. അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച പൂർത്തിയായിരിക്കുകയാണ്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതോടുകൂടി സർക്കാരിന്റെ നിലപാട് സഭയിൽ വ്യക്തമാകുന്നു. അതേസമയം കുന്നംകുളം സംഭവത്തിൽ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം എന്ന ആവശ്യം, പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സഭാ നടപടികൾ ബഹിഷ്കരിക്കുകയാണ് പ്രതിപക്ഷം. മാത്രമല്ല 2 MLA-മാർ സഭാ കവാടത്തിൽ സമരവും തുടങ്ങുകയാണ്. അനിശ്ചിതകാല സമരമാണ് ഇപ്പോൾ പ്രതിപക്ഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണൻ നിയമസഭയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. പ്രശാന്ത്, ഇനി അടുത്ത സ്റ്റേജ് എങ്ങനെയാണ്? ഇപ്പോൾ പോലീസിനെതിരായ, ആഭ്യന്തര വകുപ്പിനെതിരായ ആരോപണങ്ങൾ, പരാതികൾ അവ കൂടുതൽ സജീവമാക്കുക എന്നായിരുന്നു പ്രതിപക്ഷം ഉദ്ദേശിച്ചത്. അപ്രതീക്ഷിതമായി സഭയിൽ ആ വിഷയം ചർച്ചയ്ക്ക് വരികയും ചെയ്തു. ഈ ചർച്ചയ്ക്ക് ശേഷവും പ്രതിപക്ഷം ഇപ്പോൾ പ്രതിഷേധവും സമരവുമായി മുന്നോട്ട് പോവുകയാണല്ലോ. രതീഷ്, 2 മണിക്കൂർ 40 മിനിറ്റാണ് ഈ പോലീസിന്റെ കസ്റ്റഡി പീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള അടിയന്തര പ്രമേയ ചർച്ച നടന്നത്. OGM ജോൺ അവതാരകൻ ഈ വിഷയം അവതരിപ്പിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ കുന്നംകുളം സംഭവത്തിൽ, കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പോലീസുകാർ കസ്റ്റഡിയിൽ മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ പോലീസുകാരെ പിരിച്ചുവിടണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അതിൽ തീരുമാനമുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോഴും സംസ്ഥാനത്ത് ഈ കാലയളവിൽ നടന്ന കസ്റ്റഡി മർദ്ദനങ്ങൾ, ദൃശ്യങ്ങൾ പുറത്തു വന്ന പീച്ചിയിലെ അടക്കമുള്ള സംഭവങ്ങളിലൊന്നും തന്നെ പിരിച്ചുവിടൽ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. ആ ഉറപ്പ് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചിരുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിച്ചത് പ്രകാരം 2 MLA-മാർ, അതായത് സനീഷ് കുമാർ ജോസഫും AKM അഷ്റഫ്, ഈ 2 MLA-മാർ ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നിയമസഭയുടെ കവാടത്തിൽ നടത്താൻ പോവുകയാണ്. അത് ഈ പോലീസുകാരെ, കുറ്റക്കാരായ പോലീസുകാരെ പിരിച്ചുവിടുന്നത് വരെ ഈ സത്യാഗ്രഹം തുടരുമെന്നാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെ തന്നെ ഈ ചർച്ച അവസാനിച്ച് മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം പ്രതിപക്ഷം ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയും ചെയ്തു. മുഖ്യമന്ത്രി നൽകിയ ആകെ ഒരു ഉറപ്പ് എന്നത് മുൻകാലങ്ങളിലെല്ലാം തന്നെ കുറ്റക്കാരായ, ക്രിമിനലുകളായ പോലീസുകാർക്കെതിരെ ഇടത് സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും പോലീസുകാർ ചെയ്ത കുറ്റകൃത്യത്തിന്റെ കാഠിന്യം പരിഗണിച്ചുകൊണ്ടുള്ള പിരിച്ചുവിടൽ നടപടി ഉണ്ടാകും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് കൃത്യമായി ഏതെങ്കിലും വിഷയം, കുന്നംകുളം സംഭവം അല്ലെങ്കിൽ അടൂരിലെ DYFI നേതാവിന്റെ മരണം, ഈ ഉയർന്നു വന്ന സംഭവങ്ങളിൽ കൃത്യമായൊരു മറുപടി വിഷയാധിഷ്ഠിതമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഉറപ്പുണ്ടായില്ല, അല്ലേ പ്രശാന്ത്? അങ്ങനെ ഒരു ഉറപ്പുണ്ടായില്ല. അതായത് പോലീസുകാർക്കെതിരായ കുറ്റത്തിന്റെ കാഠിന്യം അനുസരിച്ച് പിരിച്ചുവിടൽ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച മുഖ്യമന്ത്രി UDF-ന്റെ ഭരണകാലത്തൊന്നും തന്നെ, ഒരു UDF ഭരണകാലത്തും കുറ്റം ചെയ്ത പോലീസുകാർക്കെതിരെ നടപടിയോ പിരിച്ചുവിടൽ നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ്. അതേസമയം തന്നെ പിണറായി വിജയൻ സർക്കാർ വന്ന ശേഷം 2016 മുതൽ 2024 സെപ്റ്റംബർ വരെ 108 പോലീസുകാരെ പിരിച്ചുവിട്ടു. 2024 ഒക്ടോബർ മാസം മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പേരെ പിരിച്ചുവിട്ടു. അങ്ങനെ ആകെ 2 പിണറായി സർക്കാരുകളുടെ കാലത്തായി 144 പോലീസുകാരെ കുറ്റകൃത്യം ചെയ്തതിന് പിരിച്ചുവിട്ടിട്ടുണ്ട്. UDF സർക്കാരിന് വ്യത്യസ്തമായി LDF സർക്കാരിന്റെ ഭരണകാലത്ത് പോലീസുകാരെ പിരിച്ചുവിട്ട അടക്കമുള്ള നടപടികൾ ചൂണ്ടിക്കാണിക്കായിരുന്നു പിണറായി വിജയൻ. അതേസമയം തന്നെ മുൻ ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് മറുപടിയായി പറഞ്ഞത് ഇത് ഈ സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല, പിണറായി സർക്കാരുകളുടെ കാലത്ത് മാത്രമല്ല, എല്ലാ സർക്കാരുകളുടെ കാലത്തും അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പോലീസുകാരെ പിരിച്ചുവിടാറുണ്ട്. അത് ഈ സർക്കാരിന്റെ മാത്രം പ്രത്യേകതയായി എടുത്തു കാണേണ്ടതില്ല എന്നതുമാണ്. ചർച്ച പൂർത്തീകരിച്ചത്. പക്ഷേ പ്രതിപക്ഷത്തിന് തൃപ്തികരമായൊരു മറുപടി ലഭിച്ചില്ല എന്നതാണ് അവരുടെ പ്രതികരണം.